തിരുവനന്തപുരം, ഹരിപ്പാട്, എറണാകുളം ഒന്ന് പോയിട്ട് വന്നാലോ? അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും അല്ല നീ. 2 ദിവസം അവധിയില്ലായിരുന്നോ? അന്ന് അച്ചടപ്പടേന്ന് റെഡിയായി വീട്ടിൽ പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ അതാ ഇറങ്ങി. എപ്പോൾ എത്തുമെന്ന് മാത്രം ഒരു പിടിയില്ല. ഞങ്ങൾ ഹരിപ്പാട് എത്തി കേട്ടോ. ഹരിപ്പാട് എൻ്റെ വീടാണേ. രാവിലെ തന്നെ പത്രം വന്നല്ലോ. ഇത് കല്യാണി. അതെ, കല്യാണി പ്രിയദർശൻ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇവിടെയും ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഒന്ന് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. അടുക്കളയിൽ ചെന്നപ്പം അമ്മ അതാ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. അച്ഛനാണെങ്കിൽ അത് കറക്റ്റ് ആറ്റി നമ്മുടെ പരുവത്തിനുള്ള ചൂടാക്കി കൈ കൊണ്ടു തരും. പിന്നെ ഇവിടെ ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം, എല്ലാവരും കൂടി വെളിയിലിരുന്നാണ് ചായ കുടിക്കുന്നത് കേട്ടോ. എനിക്കെന്തോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങുവാണേ. ഇനി നേരെ എറണാകുളത്തേക്ക്, വിശ്വമ്മയുടെ വീട്ടിലേക്ക്. പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒരാളെ കൂടി കാണാനുണ്ട്. ഞങ്ങളുടെ വേലായുധ സ്വാമിയെ. ഇത് ഹരിപ്പാട്ടുകാർക്കറിയാം, നമ്മുടെ ഹരിപ്പാട്ടമ്പലം. ഇവിടെ വന്നൊന്ന് തൊഴാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി മാരാരിക്കുളം ബീച്ചിലൊന്ന് ഇറങ്ങിയായിരുന്നു. വൻ വൈബ് സ്ഥലമാണ്. കൂടുതൽ പേർക്ക് അറിയായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആലപ്പുഴ വഴി എറണാകുളം പോകുമ്പം ചെല്ലാനം ബീച്ച് റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ്. അടിപൊളി മഴ കിട്ടാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെതാ ആ മഴ തോർന്ന് തീർന്നപ്പോഴത്തേക്കും ഞങ്ങൾ എറണാകുളം എത്തി. എറണാകുളത്ത് എവിടെയോ എത്തി. ഹാർബർ പാലം. ഞങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി ഉണ്ട്. ഇച്ചുവിൻ്റെ അച്ഛനെ നോക്കിയിരിക്കുകയാണ്, എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഇച്ചു. എൻ്റെ വ്ളോഗിനെ പറ്റിയിട്ടുള്ളൊരു കമൻറ്ററിയുടെ ചിരിയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഞങ്ങൾ വൈപ്പിൻ കയറുവാണേ. ഇനി വരുന്ന 3 പാലങ്ങൾക്കപ്പുറം വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലവും അവിടുന്ന് നേരെ പോയാൽ നായരമ്പലവും. വീടെത്താറാകുമ്പം എത്രയൊക്കെ ആണെങ്കിലും നമുക്ക് എത്തി എന്നൊരു ആശ്വാസമാണ് അല്ലേ. പിന്നെ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് വിശന്നു. അനീഷിൻ്റെ ചായക്കട, അവിടെ കയറി ഞങ്ങൾ കഴിച്ചു. മഴയുടെ കാര്യത്തിൽ നായരമ്പലത്ത് ചെന്നിട്ടും ഒട്ടും മോശമല്ലായിരുന്നു. നല്ല അടിപൊളി മഴയായിരുന്നു. ഇച്ചു ഇപ്പം അച്ഛൻ വീട്ടിലെ വിശേഷങ്ങളുമായി കൂടിയിരിക്കുകയാണ്. അച്ഛാമ്മയും അച്ഛനും ഇളയച്ചനൊക്കെ ആയിട്ട് അവൻ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.